ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങളായി അടഞ്ഞുകിടന്ന വാതിലുകൾ തുറക്കുകയാണ്. നീണ്ട 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ധാക്കയിൽ നിന്ന് കറാച്ചിയിലേക്ക് നേരിട്ടൊരു വിമാനം പറക്കാൻ തയ്യാറെടുക്കുന്നു. പക്ഷേ ആ വിമാനത്തിന് പറന്നുയരാൻ ഇന്ധനം മാത്രം പോരാ, ഇന്ത്യയുടെ സമ്മതം കൂടി വേണം. ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടം പാകിസ്ഥാനുമായി അടുക്കാൻ തിടുക്കം കാട്ടുമ്പോൾ ഏഷ്യയുടെ ഭൂപടത്തിൽ ഇന്ത്യ എന്ന വൻശക്തിക്ക് മുന്നിൽ അവർക്ക് അടിതെറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇന്ത്യ ആകാശം കൊട്ടിയടച്ചാൽ ലാഭകരമായി സർവീസ് നടത്താൻ കഴിയാതെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് കൂട്ടുകെട്ട് തകർന്നു വീഴുമോ? ന്യൂഡൽഹിയിലെ മൗനത്തിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തന്ത്രം എന്താണ്? 8ന്റെ പണിയല്ല 64ന്റെ പണി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആ നയതന്ത്ര നീക്കം എന്താണെന്നാണ് നമ്മൾ ഇത് നോക്കുന്നത്. സംഭവം ഇതാണ്. ജനുവരി 29 മുതൽ ബംഗ്ലാദേശിന്റെ ദേശീയ വിമാന കമ്പനിയായിട്ടുള്ള ബീമാൻ ബംഗ്ലാദേശ് ധാക്കയിൽ നിന്ന് കറാച്ചിയിലേക്ക് നേരിട്ടുള്ള സർവീസ് പുനരാരംഭിക്കുകയാണ്. 2012 നിർത്തിവെച്ച ഈ സർവീസ് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം പാകിസ്ഥാനുമായി ബംഗ്ലാദേശ് അടുക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കാണുന്നത്. ആഴ്ചയിൽ 2 ദിവസം വ്യാഴവും ശനിയും സർവീസ് നടത്താനാണ് തീരുമാനം. എന്നാൽ ഇവിടെയാണ് ഇന്ത്യ എന്ന ഘടകം നിർണായകമാകുന്നത്. ധാക്കയിൽ നിന്ന് കറാച്ചിയിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്നത് ഇന്ത്യയുടെ മുകളിലൂടെയാണ്. നമുക്കറിയാം, പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമാണ്. ഇന്ത്യയുടെ ആകാശം ഉപയോഗിച്ചാൽ വെറും 3 മണിക്കൂർ കൊണ്ട് കറാച്ചിയിൽ എത്താൻ പറ്റും. ദൂരം ഏകദേശം 2300 കിലോമീറ്റർ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യ തങ്ങളുടെ വ്യോമപാത തുറന്നു കൊടുക്കാൻ വിസമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ കഥ മാറും. പിന്നെ വരുമാനത്തിന് ഇന്ത്യൻ ഉപദ്വീപിനെ മുഴുവനായി വലം വെച്ച് ശ്രീലങ്കയ്ക്ക് താഴെ കൂടി ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. അതോടെ യാത്ര 5800 കിലോമീറ്ററായി വർദ്ധിക്കും. സമയം 3 മണിക്കൂറിൽ നിന്ന് 8 മണിക്കൂറിലേക്ക് കുതിച്ചു വരും. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു സൂചന നൽകി കഴിഞ്ഞു. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞത് 1978 വ്യോമയാന കരാർ പ്രകാരമായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക എന്നാണ്. അതായത് നിയമം ഇന്ത്യയുടെ കൂടെയാണ്. കരാർ പ്രകാരം വ്യോമപാത അനുവദിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ടെങ്കിലും സുരക്ഷാ കാരണങ്ങളാലോ കരാർ ലംഘനങ്ങളാലോ കൂടിയാലോചനകൾക്ക് ശേഷം ഈ അനുമതി റദ്ദാക്കാനോ താൽക്കാലികമായി മരവിപ്പിക്കാനോ ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുണ്ട്. സാങ്കേതികമായി പറഞ്ഞാൽ ഈ വിമാന സർവീസിന്റെ സ്വിച്ച് ഇരിക്കുന്നത് ന്യൂഡൽഹിയിലാണ്. ഈ നീക്കത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ വലുതാണ്. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായതോടെയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധം ഇത്രയധികം വേഗത്തിൽ തളർത്തും. ഹസീനയുടെ കാലത്ത് ഇന്ത്യയുമായിട്ടായിരുന്നു ബംഗ്ലാദേശിന് ഏറ്റവും കടുത്ത ബന്ധം. എന്നാൽ ഇടക്കാല സർക്കാർ വന്നതോടെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പാകിസ്ഥാനുമായി കൈകോർക്കാൻ തുടങ്ങി. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല ഇടപെടലുകളൊക്കെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് വ്യോമസേന മേധാവി പാകിസ്ഥാൻ സന്ദർശിച്ചു. പാക് നിർമ്മിത യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ താല്പര്യമറിയിച്ചു. 1971 ശേഷം ആദ്യമായി പാകിസ്ഥാൻ കപ്പലുകൾക്ക് ബംഗ്ലാദേശ് തുറമുഖത്ത് അടുക്കാൻ അനുമതി നൽകി. ഇതിനെല്ലാം തന്നെ പുറമെ വ്യാപാരത്തിലും 27% വർധനവും ഉണ്ടായി. ഇവർ തമ്മിലുള്ള വ്യാപാരത്തിൽ ഇന്ത്യയെ മാറ്റി നിർത്തി ഒരു ഇസ്ലാമിക് അലയൻസ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് അച്ചുതണ്ട് രൂപീകരിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ടെന്ന് നയതന്ത്ര വിദഗ്ധർ സംശയിക്കുന്നുണ്ട്. അതിർത്തി സുരക്ഷ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമം എന്നീ വിഷയങ്ങളിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായി നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാനിലേക്കുള്ള ഈ വിമാന സർവീസ് എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇതിന്റെ പ്രായോഗിക വശങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ തീരുമാനം ബംഗ്ലാദേശിന് വലിയൊരു തിരിച്ചടിയാകുന്നത്? ഒന്നാമതായി സാമ്പത്തിക നഷ്ടം തന്നെയാണ്. വ്യോമയാന ഗതാഗതത്തിൽ സമയമെന്നാൽ പണമാണ്. ഇന്ത്യയുടെ മുകളിലൂടെ പറക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ധനച്ചെലവ് ഇരട്ടിയിലധികമാകും. നിലവിൽ $340 മുതൽ $420 വരെ ടിക്കറ്റ് നിരക്കിൽ ഈ സർവീസ് നടത്താൻ കഴിയും. എന്നാൽ ഇന്ത്യ വഴി തടഞ്ഞാൽ ടിക്കറ്റ് നിരക്ക് $700 മുകളിലേക്ക് പോകും. ഒരു സാധാരണ യാത്രക്കാരനെ സംബന്ധിച്ച് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.